ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം PSC അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്മാർട്ട് റിവിഷൻ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം എപ്പോഴാ? ബി ആണ് ഉത്തരം. 1991 ആണ് ഉത്തരം. 1991. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റിപ്പർ ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആളെയാണ് കണ്ണൂർ ജയിലിൽ വെച്ച് അവസാനമായിട്ട് തൂക്കിക്കൊന്നത്. അപ്പോൾ കേരളത്തില് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം 1991. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ചത്. രൂപീകൃതമായത് എപ്പോഴാ? 1956 കേരള സംസ്ഥാനം രൂപീകൃതമായത്. സോ അതിനുശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ? മലപ്പുറം ആണ് ഉത്തരം. തവനൂർ സെൻട്രൽ ജയിലാണ്. ഡി ആണ് ഉത്തരം. ഡി. ഓക്കെ, ഡി ആണ് ഉത്തരം. മലപ്പുറം. ഓക്കെ, തവനൂർ സെൻട്രൽ ജയിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തവനൂർ 2022 ഈ ഒരു ജയിൽ ആരംഭിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ബാക്കി എല്ലാ ജയിലുകളും കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചവയാണ്. ഓക്കെ. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകൾ, ഓപ്പൺ ജയിലുകൾ എത്ര എണ്ണം ഉണ്ട്? മൊത്തത്തിൽ കേരളത്തിൽ 3 ഓപ്പൺ ജയിലുകളാണുള്ളത്. അതിലൊന്ന് വുമൺ ഓപ്പൺ ജയിലാണ്. ബാക്കി എത്രയുണ്ട്? 2 ഓപ്പൺ ജയിലുകളാണ് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളത്. സി ആണ് ഉത്തരം. പുരുഷ തടവുകാർക്കായിട്ട് 2 ഓപ്പൺ ജയിലുകളുണ്ട്, തുറന്ന ജയിലുകളുണ്ട്. ഓക്കെ. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? എത്ര കാലം പാർപ്പിക്കാം? സി ആണ് ഉത്തരം. ജില്ലാ ജയിലിൽ 6 മാസം. ജില്ലാ ജയിലിൽ 6 മാസമാണ് പാർപ്പിക്കുന്നത്. 6 മാസത്തിൽ മുകളിലാണെങ്കിൽ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. അത് ഓർത്തു വെക്കുക. 6 മാസമാണ് ജില്ലാ ജയിലിൽ. ഓക്കെ. അപ്പൊ നമ്മൾ സെൻട്രൽ ജയിലിനെ പറ്റി പറഞ്ഞു. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസണുകളാണുള്ളത്. 4 സെൻട്രൽ പ്രിസണുകൾ കേരളത്തിലുണ്ടെന്ന് ഓർക്കുക. 4 എണ്ണം. ഇതിൽ ഞാൻ പറഞ്ഞു 2022 ഏറ്റവും അവസാനം രൂപീകൃതമായ സെൻട്രൽ പ്രിസൺ എന്ന് പറയുന്നത് ഏതാ? തവനൂരാണ്. മലപ്പുറത്തുള്ള തവനൂർ സെൻട്രൽ ജയിലാണ് ഏറ്റവും അവസാനമായിട്ട് രൂപീകൃതമായത്. ബാക്കിയുള്ളത് ഏതൊക്കെയാ? കണ്ണൂർ ജയിലുണ്ട്, തൃശ്ശൂർ വിയ്യൂരുണ്ട്, അതേപോലെ തിരുവനന്തപുരം പൂജപ്പുരയുണ്ട്. ഇതൊക്കെ രൂപീകൃതമായ വർഷം നിങ്ങൾ നോക്കിയേ. കണ്ണൂർ ജയിൽ എപ്പോഴാ? 1869 അതേപോലെ തിരുവനന്തപുരത്ത് പൂജപ്പുര 1886 പിന്നെ തൃശ്ശൂർ വിയ്യൂറുള്ള സെൻട്രൽ ജയിൽ എപ്പോഴാ? 1914. ഓക്കെ. ഇതെല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ രൂപീകൃതമായ ജയിലുകളാണെന്ന് ഓർക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകൃതമായത് തവന്നൂരാണ്, മലപ്പുറം. ഓക്കെ. അതേപോലെ തന്നെ 3 ഓപ്പൺ പ്രിസൺസ് ഉണ്ട്. 3 ഓപ്പൺ പ്രിസൺസ് ഏതൊക്കെയാ? തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയുള്ളത്, അതേപോലെ തിരുവനന്തപുരത്ത് തന്നെ പൂജപ്പുരയുള്ളത്, അതേപോലെ പിന്നെ ഒന്ന് ചീമേനി കാസർഗോഡ് ഉള്ളത്. അങ്ങനെ 3 ഓപ്പൺ പ്രിസണുകളാണ് കേരളത്തിലുള്ളത്. അതിൽ പൂജപ്പുരയുള്ളത് വുമൺ ഓപ്പൺ പ്രിസൺ ആണ്. പൂജപ്പുരയുള്ളത്. ബാക്കിയുള്ള രണ്ടും മെൻസിൻ്റെതാണ്. ഓക്കെ. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഓപ്പൺ പ്രിസൺ ചോദിച്ചാൽ 2 എണ്ണം. മൊത്തമായിട്ട് കേരളത്തിൽ 3 ഓപ്പൺ പ്രിസണുകൾ. ഓക്കെ. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ജയിൽ വകുപ്പ് മേധാവി ആരാ? ബൽറാം കുമാർ ഉപാധ്യായാണ് നിലവിലെ ജയിൽ DGP. ബൽറാം കുമാർ ഉപാധ്യായ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചവയാണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. ശരി. മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നതല്ല. മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല, ധാർമ്മികമായവ മാത്രമാണ്. ധാർമ്മികം മാത്രമല്ല, നിയമപരവുമാണ്. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ? ബി ആണ് ഉത്തരം. ബി. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ്? സി ആണ് ഉത്തരം. മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്താ? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. ശരിയാണ്. ബി വോട്ടവകാശം, നികുതി, തൊഴിൽ, മതപരമായ അവകാശം, സാമൂഹിക സാമ്പത്തിക അവകാശം. ഏതാണ് ഉത്തരം? എ ആ ഉത്തരം. എ. വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്
ഇതെല്ലാം മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് ഓർക്കുക. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ബി ആണ് ഉത്തരം. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നവരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഒരു കമ്മീഷൻ അംഗത്തിനെ പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന ചോദ്യം. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. ശരിയാണ്. മാനസികമോ ശാരീരികമായ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. ബിയും ശരിയാണ്. അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു. ശരിയാണ്. ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, ഇതെല്ലാം ശരിയാണ്. ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇത്രയും കാരണങ്ങളിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തിനെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ പറ്റും. ഓക്കെ. സോ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തുനിന്ന് PSC പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 3-4 ക്വസ്റ്റ്യൻസ് NHRC, SHRC ഈ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഓക്കെ. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്താ? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കുക. ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 അണ്ടറിലാണ് രൂപീകൃതമായതെന്ന് ഓർക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 അണ്ടറിലാണ് രൂപീകൃതമായതെന്ന് ഓർക്കുക. ഓക്കെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 5 മെമ്പേഴ്സ്. ഒരു ചെയർമാനും 5 മെമ്പേഴ്സും അടങ്ങുന്നതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എ ചെയർമാൻ ആൻഡ് 5 മെമ്പേഴ്സ്. ഓക്കെ. ചെയർമാൻ ആരായിരിക്കണം? എയ്തർ എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഈ 2 പദവിയിലുള്ള ആളായിരിക്കണം എന്താവേണ്ടത്? ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആവേണ്ടത്. എയ്തർ എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ. The appointment of the chairperson and members of the NHRC is carried out by the President of India. മെമ്പേഴ്സിനെയും ചെയർപേഴ്സണെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അതെങ്ങനെയാണ് നിയമിക്കുന്നത്? പ്രസിഡന്റിന് ഇഷ്ടമുള്ള ആളെയാണ് നിയമിക്കുന്നത്? അല്ല. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ 6 മെമ്പർ കമ്മിറ്റി. ഒരു 6 പേരടങ്ങുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചെയർമാനെയും മെമ്പേഴ്സിനെയും നിയമിക്കുന്നതെന്ന് ഓർക്കുക. ഈ കമ്മിറ്റി ആരൊക്കെയാ? കമ്മിറ്റീനെ ഹെഡ് ചെയ്തിരിക്കുന്ന ആരാ? പ്രൈം മിനിസ്റ്റർ ആണ്. കമ്മിറ്റി ഹെഡ് ചെയ്തിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സ് സ്പീക്കർ ഓഫ് ലോക്സഭ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, 2 ഹൗസിന്റെയും ലീഡർ ഓഫ് ഓപ്പോസിഷൻ, യൂണിയൻ ഹോം മിനിസ്റ്റർ. ഇത്രയും ആൾക്കാർ അടങ്ങുന്ന 6 മെമ്പർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് മാറിപ്പോകാൻ പാടില്ല. കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. 6 മെമ്പർ കമ്മിറ്റിയാണ്. ഈ 6 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കുക. ഡയറക്റ്റ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഉത്തരം. ആരുടെ റെക്കമെൻഡേഷനിലാണെന്ന് ചോദിച്ചാൽ ഈ കമ്മിറ്റി ഓർക്കുക, 6 മെമ്പേഴ്സ് കമ്മിറ്റി ഓർക്കുക. അതേപോലെ ഓർക്കേണ്ട കാര്യമാണ് ഇവരുടെ ടെന്യൂർ 3 വർഷമാണ്. 3 ഇയേഴ്സ് അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. നിലവിലുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനെ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. സെയിം സ്ട്രക്ചറൊക്കെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പോലെ തന്നെയാണ്. ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? എ ചെയർപേഴ്സൺ ആൻഡ് 2 അതർ മെമ്പേഴ്സ്. ചെയർപേഴ്സണും 2 മെമ്പേഴ്സേ ഉള്ളൂ. അവിടെ നമ്മൾ എത്ര മെമ്പേഴ്സിനെ പഠിച്ചു? ചെയർപേഴ്സൺ ആൻഡ് 5 അതർ മെമ്പേഴ്സ് പഠിച്ചു. ഓക്കെ, ഇവിടെ ചെയർപേഴ്സൺ ആൻഡ് 2 അതർ മെമ്പേഴ്സ്. ചെയർപേഴ്സൺ ആരായിരിക്കണം? എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ആണ്. ഹൈക്കോർട്ട് അവിടെ എന്തായിരുന്നു? സുപ്രീം കോർട്ടായിരുന്നു. ഇവിടെ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ഹൈക്കോർട്ട്. ഇങ്ങനെ ഓർത്താൽ മതി. എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഈസ് എലിജിബിൾ ഫോർ ദ പൊസിഷൻ ഓഫ് എ ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആവാൻ യോഗ്യമായിട്ടുള്ളത് ആരാ? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. അതേപോലെ മെമ്പർ ആയിട്ട് ആർക്കൊക്കെ വരാം? എ സർവിംഗ് ഓർ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ ഡിസ്ട്രിക്ട് ജഡ്ജ് വിത്ത് എ മിനിമം 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഫസ്റ്റ് മെമ്പർ ആവാം. അതേപോലെ എ പേഴ്സൺ ഹാവിംഗ് നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെയുള്ള ഒരാൾക്ക് സെക്കൻഡ് മെമ്പറും ആകാം. ഇങ്ങനെ 2 മെമ്പർമാരാണുള്ളത്.
പ്ലസ് ഒരു ചെയർപേഴ്സണും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഒന്ന് പഠിച്ചേക്കുക, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ അപ്പോയിന്റ്മെന്റ്, നേരത്തെ അപ്പോയിന്റ്മെന്റ് ആര് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? പ്രസിഡന്റ് ആണ്. ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? ഗവർണറാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാ? ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യാൻ ഓർക്കുക. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക. ഇതും അതേപോലെ തന്നെ ഒരു മെമ്പർ ഓഫ് കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവർണറുടെ ഇഷ്ടത്തിന് അപ്പോയിന്റ് ചെയ്യുന്നതല്ല, ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള ആളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. നേരത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഹെഡ്, ഇവിടെ ആരായിരിക്കും? ചീഫ് മിനിസ്റ്റർ ആണ് ഹെഡ്. അതേപോലെ സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ. ദ ചെയർപേഴ്സൺ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സ്റ്റേറ്റുകളിൽ മാത്രമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ നോർമലി ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സ്റ്റേറ്റുകളിൽ ചെയർപേഴ്സൺ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരും. നെക്സ്റ്റ്, ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൗൺസിൽ ഉണ്ടെങ്കിൽ കൗൺസിലിലെ ലീഡർ ഓഫ് ഓപ്പോസിഷനും വരും. പിന്നെ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. ഓക്കെ, സെയിം നമ്മുടെ സെൻട്രൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ കാര്യം പഠിച്ച പോലെ തന്നെ അതിന്റെ നേരെ സ്റ്റേറ്റിലുള്ള ഫോർമാറ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എന്നാൽ ഇത് രണ്ടിനെ റിമൂവ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? പ്രസിഡന്റിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ഓർക്കുക. റിമൂവിന്റെ കേസ് വരുമ്പോൾ രണ്ടിലും പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർക്കുക. അത് മാറിപ്പോകാൻ പാടില്ല. ഇവിടെ ഗവർണറെ റിമൂവ് ചെയ്യുന്നത് ഓർക്കാൻ പാടില്ല. ഓൺലി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ റിമൂവ് ബോത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു? ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ഇളവ് കൊടുക്കുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ നിയമത്തിൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതാ ഉത്തരം? സി ആണ് ഉത്തരം. വകുപ്പ് 8(1) ആണ്. 8(1) പറ്റി വീണ്ടും ഒരു ചോദ്യം. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1) G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? അപ്പോൾ 8(1) മാത്രം പഠിച്ചാൽ പോരാ, അത് ഡീറ്റെയിൽ ആയിട്ട് കൂടി പഠിക്കണമെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, 8(1) എന്താന്ന് പഠിക്കുക, 8(1) ഓരോ സെക്ഷനും പഠിക്കുക. 8(1) G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ബി ആണ് ഉത്തരം. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ എന്നാണ് ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് കൊടുക്കുന്നുണ്ട്. 8(1) Gയിൽ ഇത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വിവരാവകാശ നിയമത്തിന്റെ കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ്, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ കമ്മിറ്റി നമ്മൾ പഠിച്ച പോലെ തന്നെ വിവരാവകാശ കമ്മീഷനെ നിയമിക്കാനും ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണേ. എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. പ്രധാനമന്ത്രി ആ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരം, വകുപ്പ് 8 നമ്മളിപ്പോൾ പറഞ്ഞു. വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ വകുപ്പ് 9 കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് വകുപ്പ് 9. സോ ഇതിന്റെ ഉത്തരം എ ആണ്. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടതാണ് വകുപ്പ് 9. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം, കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് 9 എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കൂടി ഒന്ന് നോക്കാം. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കമ്മീഷണേഴ്സും ഉണ്ടാവും. ചീഫും പ്ലസ് 10 മെമ്പേഴ്സും ഉണ്ടാവും. ഇതിൽ ഓർക്കുക, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് അപ് ടു 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഇതിൽ ഉണ്ടാവും എന്ന് ഓർക്കുക. ഒരു ചീഫും 10 ആൾക്കാരും ഓർക്കുക. ഓക്കെ, അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എ സെലക്ഷൻ കമ്മിറ്റി. ഇവിടെയും ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റീനെ ചെയർ ചെയ്തിരിക്കുന്ന ആരാ? ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ആണ് ചെയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇൻക്ലൂഡ്സ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ. ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും ഈ കമ്മിറ്റിയിൽ ഉണ്ടാവും. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭയും ഉണ്ടാവും. ലോക്സഭയുടെ ഓപ്പോസിഷൻ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ 2 സഭകളുടെ ഓപ്പോസിഷൻ ലീഡർ ഇല്ല. ഇവിടെ ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡർ മാത്രം പ്ലസ് പ്രൈം മിനിസ്റ്റർ, അതേപോലെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും. ഇവരടങ്ങുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ആര് അപ്പോയിന്റ് ചെയ്യും? പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റ് 10 കമ്മീഷണർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇവരുടെ ടെന്യൂറും കൂടി ഓർക്കുക.
3 ഇയർ അൺടിൽ റീച്ചിങ് 65 ഇയേഴ്സ് ആണ്. 65. നേരത്തെ നമ്മൾ എത്ര പറഞ്ഞു? ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ 3 വർഷവും 70 വയസ്സും പറഞ്ഞു. ഇവിടെ 3 വർഷം 65 വയസ്സാണെന്ന് ഓർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, 65 വയസ്സാണെന്ന് ഓർക്കുക. അതേപോലെ ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ്. റീഅപ്പോയിന്റ്മെന്റിന് എലിജിബിൾ അല്ല. അവരുടെ ടേം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു ഭാഗമാണ് സെക്ഷൻ 8. സെക്ഷൻ 8നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് 2 ചോദ്യം ഈ എക്സാമിൽ വന്നിട്ടുണ്ട്. സെക്ഷൻ 8നെ പറ്റി ഓർക്കുക. സെക്ഷൻ 8 എന്താ? വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മുടെ സുരക്ഷയും മറ്റേതൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ പുറത്തുവിടേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് സെക്ഷൻസ്, എല്ലാം നിങ്ങൾക്ക് ഓർക്കേണ്ട, കുറച്ച് സെക്ഷൻസ് നിങ്ങൾ ഓർക്കുക. ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. സെക്ഷൻ 8A പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, ഡിഫൻസ്, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടണ്ട. അപ്പോൾ സെക്ഷൻ 8A എന്തുമായി ബന്ധപ്പെട്ടതാ? രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. 8B എന്താണ്? കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, കോടതിയോ ട്രിബ്യൂണലോ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 8Bയിൽ പറയുന്നത്. 8B. അതേപോലെ ഇവിടെ നമ്മൾ നേരത്തെ ചോദ്യം വന്ന ഭാഗം എന്താ? ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളാണ് 8Gയിൽ പറഞ്ഞിരിക്കുന്നത്. 8G. ഓക്കെ, 8Gയിൽ പറഞ്ഞിരിക്കുന്നത് ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ ജെയും കൂടി ഒന്ന് ഓർക്കുക. സ്വകാര്യ വിവരങ്ങളാണ് ജയിൽ. പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായി ബാധിക്കുന്നതായ വിവരങ്ങളാണ് ജയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഓർക്കാൻ പറ്റില്ലെങ്കിലും ഈ 3-4 സെക്ഷനെങ്കിലും സെക്ഷൻ 8ൽ നിന്ന് ഓർക്കുക. സെക്ഷൻ 8നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം, ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓക്കെ, രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, റിപ്പോർട്ട്, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ, മേൽ പറഞ്ഞ എല്ലാ ഇതും ഇൻഫർമേഷൻ എന്ന കാറ്റഗറിയിൽ വരുമെന്ന് ഓർക്കുക. ഓക്കെ, വിവരാവകാശ നിയമം 2005 പ്രകാരം ഇൻഫർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് ഇതെല്ലാം ഉൾപ്പെടുന്ന ഓർക്കുക. ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ, അതേപോലെ രേഖ, ഇമെയിൽ, സർക്കുലർ, ഈ കാര്യങ്ങളെല്ലാം എന്താണ്? ഇൻഫർമേഷൻ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് സൈക്കോളജിയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ബി ആണ് ഉത്തരം. മാനസിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബി. ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ബിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാനസിക സമ്മർദ്ദം. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി പ്രകാരമാണ്. ഏതാ? ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് 3 ഘടകങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഏതാണ്? ഈഗോ ആണ്. ഈഗോ. ഓക്കെ, ഈഗോ. സൈക്കോളജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഒരു തവണ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. സോ നിങ്ങൾ അത് കാണാത്തവർ കാണുക. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇതിലത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 1-2 വർഷത്തെ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനാലിറ്റിക് തിയറി സ്ഥിരം ചോദ്യമാണ് ഈ ഒരു എക്സാമിന്. ഇതിനെപ്പറ്റി ചോദ്യമില്ലാത്ത ഒരു പേപ്പറും ഇല്ല അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സൈക്കോ അനാലിറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതിൽ ഫ്രോയിഡ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ 3 തലങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. 3 തലങ്ങൾ ഏതൊക്കെയാ? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്താ? ഇത് എന്ന് വെച്ചാൽ എന്താ? സുഖം മാത്രം ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കൊച്ചുകുട്ടിയുടെ വാശി. ഒരു കൊച്ചുകുട്ടി എന്താ ആഗ്രഹിക്കുക? കൊച്ചുകുട്ടിയുടെ നേട്ടങ്ങൾ മാത്രമല്ലേ ആഗ്രഹിക്കുള്ളൂ. കുട്ടിക്ക് എന്താ വേണ്ട? ഒരു ചോക്ലേറ്റ് വേണം. അത് മാത്രമല്ലേ ആ കുട്ടി ആഗ്രഹിക്കുള്ളൂ. ഇത് എന്തിനുമായിട്ട് ബന്ധപ്പെട്ടതാ? പ്ലഷർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഇത്. ഈഗോ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. ഇതാണ് ഇപ്പൊ ചോദ്യം വന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, അതായത് നമ്മൾ കൊച്ചുകുട്ടിയല്ല, കുറച്ച് വലിയ ആളായി നമ്മൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നു നോക്കുക. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ റിയാലിറ്റിയാണ്. റിയാലിറ്റി പ്രിൻസിപ്പിളായിട്ട് ബന്ധപ്പെട്ടതാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്താ? മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് സൂപ്പർ ഈഗോ. ധാർമ്മികത, മനസാക്ഷി എന്നൊക്കെ പറയില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? സൂപ്പർ ഈഗോ. ഓക്കെ, ഇങ്ങനെയുള്ള വ്യക്തിത്വത്തിന്റെ 3 തലങ്ങളെ പറ്റിയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലായിരിക്കും ചോദ്യം. മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ,
ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന ഭാഗത്തുള്ള ചോദ്യമാണ് ഇത്. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം. ഓക്കെ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം. കൈനസ്തെറ്റിക്സ് എന്നത് എന്താണ്? ഡി ആണ് ഉത്തരം. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. കൈനസ്തെറ്റിക്സ്, കാലിസ്തനെറ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഓർത്ത് വെക്കുക. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കുക. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിലേതാണ്? ഉത്കണ്ഠ. ഉത്കണ്ഠയും സ്ഥിരം ചോദ്യമാണ്. ഉത്കണ്ഠ എന്ന് വെച്ചാൽ അകാരണമായ ഭയമാണ് ഉത്കണ്ഠ. അകാരണമായ ഭയം, നമുക്ക് കാരണം അറിയാത്തൊരു ഭയം, കാരണം ഇല്ലെങ്കിലും നമുക്ക് വരുന്നൊരു ഭയം, ഇതാണ് ഉത്കണ്ഠ. അപ്പോൾ ബി ആണ് ഉത്തരം. ഭയം, സംഘർഷം, ചിന്ത, ഇതാണ് ഉത്തരം. ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഭയം, സംഘർഷം, ചിന്ത. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? അഭിപ്രേരണ എന്ന് വെച്ചാൽ മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഇത് തന്നെ രണ്ട് തരത്തിൽ നമ്മൾ പഠിക്കും. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. അതായത് നമുക്ക് സ്വയം തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ആന്തര അഭിപ്രേരണ എന്ന് പറയും. നേരെ മറിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, നമ്മുടെ എയിം എന്ന് പറയുന്നത് സാലറിയാണ്. അപ്പൊ നമ്മളെ മോട്ടിവേഷൻ എന്താ അപ്പോൾ വർക്ക് ചെയ്യാനുള്ളത്? സാലറി എന്ന് പറയുന്ന ഒരു പുറത്തു നിന്നുള്ള ഒരു ഫാക്ടറാണ്. ഇത് നമ്മൾ എന്ത് പറയും? ബാഹ്യ അഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നും പറയും. ഓക്കെ, അഭിപ്രേരണ മനസ്സിലായല്ലോ. ഇതിന്റെ ഉത്തരം എന്താ? അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ബി ആണ് ഉത്തരം. പ്രവർത്തിക്കുവാനുള്ള പ്രചോദനമാണ് അഭിപ്രേരണ. പ്രവർത്തിക്കാനുള്ള പ്രചോദനം. നമ്മളെ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ PYQ ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. PYQ കൂടുതൽ കഴിഞ്ഞ ഒരു 23-24 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത വീഡിയോ അതിലുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.